ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ് പ്രതി ശബരിനാഥനെതിരെ വീണ്ടും ഒരു തട്ടിപ്പ് കേസ്. അഭിഭാഷകരിൽ നിന്ന് 34 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. റിനു, ഗുഡ് മോർണിംഗ്. നമ്മുടെ പയ്യൻസ് ഒരു മോഡലാണ്. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിന് മോഡൽ. ശബരിനാഥൻ്റെ കഥ തുടരുകയാണോ? ഗുഡ് മോർണിംഗ് SK. നമുക്കറിയാം 20 വയസ്സിൽ 200 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ആളാണ് ശബരിനാഥ് വീണ്ടും തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും. തിരുവനന്തപുരം വഞ്ചൂർ കോർട്ടിലെ ഒരു അഭിഭാഷകനാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇ കൊമേഴ്സ് സ്ഥാപനത്തിൽ പണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ തവണകളായി 34 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഒരു സ്ഥാപനം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് രജിസ്ട്രേഷൻ നടത്തിയതല്ലാതെ ഒരു തരത്തിലും പണം നൽകുവാൻ പോലും ശബരിനാഥ് തയ്യാറായില്ല. വിവിധ തവണ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഈ അഭിഭാഷകന്റെ പരാതിയെ തുടർന്ന് വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിനും വിശ്വാസ വഞ്ചനയ്ക്കടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. 34,04,000 സംതിങ് ഇങ്ങനെയാണ് ആ ഒരു കണക്ക് എന്നുള്ളതാണ്. എന്തായാലും വഞ്ചൂർ പോലീസ് ശബരിനാഥിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കെയിൻ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.